Welcome to today's class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് another method to find the self inductance of a coil, that is Rayleigh's method. Rayleigh's മെത്തേഡിന് ഞാൻ യൂസ് ചെയ്യുന്ന വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും R1, R2, R3, R4 റെസിസ്റ്ററുകളുണ്ട്. ഇതിൽ R എന്ന് പറയുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്, സ്മോൾ വാല്യൂ ഉള്ള ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. R1 എന്ന് പറയുന്നത് നമ്മൾ ഏത് കോയിലിൻ്റെ ആണോ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ആ കോയിലിൻ്റെ ഓമിക് റെസിസ്റ്റൻസ് ആണ് ആര് R1 എന്ന് പറയുന്നത്. ആൻഡ് K1 എന്ന് പറയുന്ന ഒരു കീ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ആറിന് അക്രോസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. K2 ഈസ് കണക്റ്റഡ് അക്രോസ് ഗാലോനോമീറ്റർ, മെയിൻലി ബാലിസ്റ്റിക് ഗാലോനോമീറ്റർ, ആൻഡ് K3 ഈസ് കണക്റ്റഡ് അക്രോസ് ദ ബാറ്ററി. സോ ദിസ് ഇസ് ബാറ്ററി കീ. ഇത് മെയിനായിട്ട് 3 സ്റ്റെപ്പിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, K1 കീ ക്ലോസ് ചെയ്യും. K1 കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് ഷോർട്ട് സർക്യൂട്ടഡ് ആവും. ശരിയല്ലേ? അപ്പോൾ ഷോർട്ട് സർക്യൂട്ടഡ് ആയിക്കഴിഞ്ഞാൽ ആം എ ബിയിൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ റെസിസ്റ്റൻസ് ആയിട്ട്? R1 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓമിക് റെസിസ്റ്റൻസ് ഓഫ് ഇൻഡക്ടർ മാത്രമേ ആ ബ്രാഞ്ചിൽ ഉള്ളൂ എന്നർത്ഥം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് K3 ക്ലോസ് ചെയ്യും. K3 ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, K2 ക്ലോസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആദ്യം ഈ ബ്രിഡ്ജിന് എന്ത് ചെയ്യണം, ബാലൻസ്ഡ് ആക്കണം. കാരണം നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്താണ്, ബാലൻസ്ഡ് കണ്ടീഷനിലാണ്. അപ്പോൾ ആദ്യം ഞാൻ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി R3 വാല്യൂം R4 വാല്യൂം ഈക്വൽ ആക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, R2 വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഗാലോനോമീറ്ററിന് എന്ത് ചെയ്യും, നൾ ഡിഫ്ലക്ഷനിലേക്ക് എത്തിക്കും. അപ്പോൾ നൾ ഡിഫ്ലക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രിഡ്ജ് എന്തായി, ബാലൻസ്ഡ് ആയി. ഓക്കെ, ബാലൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ BD എന്ന് പറഞ്ഞ ബ്രാഞ്ചിലൂടെ അല്ലെങ്കിൽ ഗാലോനോമീറ്ററിലൂടെ എന്ത് ചെയ്യില്ല, ഒരു തരത്തിലുള്ള കറണ്ടും ഫ്ലോ ചെയ്യില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ. സെക്കൻഡ് പ്രൊസീജിയറിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, K1 ക്ലോസ്ഡ് തന്നെയാണ്, K2 ഞാൻ ആദ്യം ക്ലോസ് ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, K3 ക്ലോസ് ചെയ്യും. അപ്പോൾ K3 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കറണ്ട് നമുക്കറിയാം ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂയിലേക്ക് എത്തില്ല, പകരം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ ഈ ഗ്രോ എന്ന് പറയുമ്പോൾ ചെറിയൊരു ചേഞ്ചോട് കൂടിയിട്ടുള്ള ഗ്രോ ആണ് പറയുന്നത്, അല്ലേ? ഗ്രോ എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റയടിക്കല്ലാതെ കുറച്ചായിട്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പം ഈ ഒരു ഗ്രോ കാരണം ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് എന്തുണ്ടാവും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പം ഈ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രിഡ്ജ് എന്തായി, അൺബാലൻസ്ഡ് ആയി. സോ ഈ ഒരു അൺബാലൻസ്ഡ് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ BGക്ക് ഒരു കിക്ക് തരും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത് പറയുന്നത്. ഇഫ് ദ ഗാലോനോമീറ്റർ കീ K2 ഈസ് ക്ലോസ്ഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ദ ബാറ്ററി കീ K3, എ കിക്ക് θ1 ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ഗാലോനോമീറ്റർ. ദിസ് കിക്ക് ഈസ് ഡ്യൂ ടു ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ വൈൽ കറണ്ട് ഈസ് ഗ്രോയിങ്. കറണ്ട് ഗ്രോ ചെയ്യുന്ന കാരണം EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത് കാരണം എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഗാലോനോമീറ്ററിന് ഒരു കിക്ക് തരുന്നു. ഓക്കെ, സോ ആ സിറ്റുവേഷനിൽ ദ കറണ്ട് ത്രൂ ദ ഗാലോനോമീറ്റർ ഈസ് ഗിവൺ ബൈ I' ഈക്വൽ ടു KL/G ഇൻറ്റു DI/dt. ഇവിടെ K എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ K ആണ്. K എന്ന് പറയുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ്. ആൻഡ് G ഈസ് ദ ഗാലോനോമീറ്റർ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി സോ ദ ടോട്ടൽ ചാർജ് എന്തായിരിക്കും, ടോട്ടൽ ചാർജ് പാസിംഗ് ത്രൂ ദ ഗാലോനോമീറ്റർ എന്തായിരിക്കും? നിങ്ങൾ ആലോചിക്കുക, ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് 0യിൽ നിന്ന് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള I0യിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് Q ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ 0 ടു I0 I'/dt. I' വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ KL/G കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷന് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 ടു I0 DI/dt ഇൻറ്റു dt. ഡിയും ഡിറ്റിയും കട്ട് ചെയ്തു പോകും. വാട്ട് ഈസ് ഇൻ്റഗ്രൽ 0 ടു I0 DI? I0. സോ Q ഈക്വൽ ടു KL/G ഇൻറ്റു I0. ഓക്കെ, ഇനി നമ്മളിവിടെ യൂസ് ചെയ്തത് BG അല്ലേ. അപ്പോൾ BG ഒരു ത്രോ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ BGയിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഓൾറെഡി അറിയില്ലേ. എന്താണ് ആ ഇക്വേഷൻ? Q ഈക്വൽ ടു K തീറ്റ അല്ലെ. Q ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അല്ലെങ്കിൽ കറക്ഷൻ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കറക്ഷൻ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? Q ഈക്വൽ ടു K ഇൻറ്റു θ1 1 പ്ലസ് λ/2. ഇവിടെ K എന്ന് പറയുന്നത് എന്താണ്, ബാലിസ്റ്റിക് റിഡക്ഷൻ ഫാക്ടർ ആണ്. അതിൻ്റെ വാല്യൂ ആണ് T/2π C/NBA എന്ന് പറയുന്നത്. ഓക്കെ, സോ Q ഈക്വൽ ടു, അല്ലെങ്കിൽ BG റീഡ് ചെയ്യുന്ന BGൻ്റെ ചാർജ് സെൻസിറ്റീവ്നെസ് കാരണം BG റീഡ് ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ BGയിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് Q എന്ന് പറയുന്നത് T/2π C/NBA θ1 ഇൻറ്റു 1 പ്ലസ് λ/2, where λ is the logarithmic decrement. ഇനി ഈ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ LHS, ഈ ഇക്വേഷൻ 3ൻ്റെ LHSന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ കൊടുത്തൂടെ. സോ KL/G I0 ഈക്വൽ ടു T/2π C/NBA θ1 ഇൻറ്റു 1 പ്ലസ് λ/2.
ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാൻ പോകണം. തേർഡ് പ്രൊസീജിയർ ഇത്ര മാത്രമേ ഉള്ളൂ. Key K1 is opened and resistance R is induced in the arm AB. Current I0 in the arm will not change as R is very small. കാരണം ആറിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു ഓൾറെഡി ചെറിയ വാല്യൂ ആണ്. അത് കാരണം ഈ ആമിലുള്ള കറണ്ടിന് വലിയ വ്യത്യാസങ്ങൾ വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇൻട്രഡക്ഷൻ കാരണം അതിന് അക്രോസ് ആയിട്ട് എന്തുണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് നമ്മുടെ EMF എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം but this induces an additional EMF എത്രയായിരിക്കും, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അല്ലേ, I0 R in the arm AB, which causes steady current I0 into KR/G to pass through the galvanometer. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ കാരണം, ഈ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതും കൂടെ കാരണം നമ്മുടെ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് ഇപ്പോൾ എത്രയായിരിക്കും, I0 into KR/G ആയിരിക്കും. ഇനി ഈ കറണ്ട് ഗാൽവനോമീറ്റർ ഫ്ലോ ചെയ്യുന്ന കാരണം ഒരു ഫൈ ഡിഫ്ലക്ഷൻ ആണ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ ആണ്. സോ KR/G ഇൻറ്റു I0 ഈക്വൽ ടു ആ ഗാൽവനോമീറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് C, നമ്പർ ഓഫ് ടേൺസ്, മാഗ്നറ്റിക് ഫീൽഡ്, ഏരിയ അല്ലേ. അപ്പോൾ C/NBA ഇൻറ്റു ഫൈ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ചാർജാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് കറണ്ട് വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് T/2π ടേം അവിടെ ഇല്ലാത്തത്. Okay, so KR/G I0 is the steady value that is passing through the galvanometer which produces a deflection phi. So KR/G into I0 equal to C/NBA into phi. Equation number 5. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 4 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 5 ചെയ്യുക. ഇക്വേഷൻ 4 ഡിവൈഡ് ബൈ ഇക്വേഷൻ 5 ചെയ്യുമ്പം ഇവിടെ K/G ഇൻറ്റു I0 ഉണ്ട് അല്ലേ, I0/G ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, കട്ട് ചെയ്ത് പോവും. സോ LHS L/R മാത്രമാവും. RHS നോക്കി, ഇവിടെ ഒരു C/NBA ഉണ്ട്, ഇവിടെ ഒരു C/NBA ഉണ്ട്, രണ്ടും കട്ട് ചെയ്ത് പോവും. സോ L/R will be equal to T/2π into θ1/5 into 1 plus λ/2, or L equal to RT/2π θ1/5 into 1 plus λ/2. So this is the self-inductance of the coil using Rayleigh's method. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ദാറ്റ് ഈസ് റിപ്പൾഷൻ ബിറ്റ്വീൻ എ കോയിൽ ക്യാരിങ് AC ആൻഡ് നൈബറിങ് കണ്ടക്ടർ. ഒരു AC ക്യാരി ചെയ്യുന്ന കോയിലും നൈബറായിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത് വെച്ചിട്ടുള്ള ഒരു കണ്ടക്ടറും തമ്മിലുള്ള റിപ്പൾഷൻ ആണെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനൊരു ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോറിൻ്റെ മുകളിൽ ഞാനൊരു കോയിൽ ചുറ്റുന്നു, അതൊരു AC ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് ഇനി ഞാൻ ഈ ലാമിനേറ്റഡ് അയൺ കോറിന് ഞാനൊരു എക്സ്ട്രാ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ കണ്ടക്ടറിന് എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്ട്രാ ലെങ്ത് ഞാനിവിടെ കൊടുക്കുന്നത്. ആൻഡ് ഞാനിവിടെ കണ്ടക്ടറാക്കി എടുക്കുന്നത് ഒരു അലൂമിനിയം റിംഗ് ആണ്. ഓക്കെ, അലൂമിനിയം റിംഗ് ആണ്. അപ്പോൾ ഈ അലൂമിനിയം റിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സെൽഫ് ഇൻഡക്റ്റൻസ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, L ഉണ്ട്. പിന്നെ പ്യുവർ ആയിട്ടുള്ളത് അല്ലാത്തതുകൊണ്ട്, പ്യുവർ ഇൻഡക്ടറുകൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പ്യുവർ ഇൻഡക്ടറായിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിനൊരു ഓമിക് റെസിസ്റ്റൻസും കൂടെ ഉണ്ടാവാം. അപ്പം ഞാൻ എടുക്കുന്ന ഈ അലുമിനിയം റിങ്ങിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L ആണ്, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് L ആണ്. അതുപോലെ ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഓമിക് റെസിസ്റ്റൻസ് എന്താണ്, ക്യാപിറ്റൽ R ആണെന്ന് കൂടെ ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. കൺസിഡർ ആൻ ഇൻസുലേറ്റഡ് കോയിൽ A. ഞാൻ ഈ കോയിലിനെ ഞാൻ A ആയിട്ടും റിങ്ങിനെ ഞാൻ B ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടോ. കോയിൽ A wounded over a laminated soft iron core. This soft iron core has an extra length. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്? So that an aluminum ring B can be slipped over it and rest on the top of the coil. അതിന് മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥം. Okay, now let the aluminum ring have a self-inductance L and a resistance R. ആൻഡ് ഇത് 2 റിങ്ങുകളല്ലേ, 2 കണ്ടക്ടറുകളല്ലേ, കോയിലും ഒന്ന് കണ്ടക്ടിങ് റിങ്ങും അല്ലേ. അപ്പം നമുക്ക് പറയാലോ ഇത് തമ്മിൽ എന്തുണ്ടാവാം, ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ 2 റിങ്ങുകളും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് M ആണെന്നും കൂടെ അസ്യൂം ചെയ്യാം. ഓക്കെ, നോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പോകും, AC പാസ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ ബി I ഈക്വൽ ടു I0 sin ωt. നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു AC പാസ് ചെയ്യുന്നത് കൊണ്ട് ഇതിലെന്ത് ചെയ്യും, നമ്മുടെ റിങ്ങിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു EMF, മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എത്രയായിരിക്കും, E വിൽ ബി ഈക്വൽ ടു -M ഇൻറ്റു di/dt. കാരണം സെൽഫ് ഇൻഡക്ഷൻ അല്ല, അതേ കോയിലാണെങ്കിൽ -L ഇൻറ്റു di/dt എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്താ, ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന കാരണം തൊട്ടടുത്തുള്ള കോയിലിൽ എന്ത് ചെയ്യുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ്, മ്യൂച്വൽ ഇൻഡക്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് E ഈക്വൽ ടു -M ഇൻറ്റു di/dt എന്ന് എഴുതിയിട്ടുള്ളത്.
വാല്യൂ ഓഫ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എം ഡി ബൈ ഡി ടി ഓഫ് ഐ സീറോ സൈൻ ഒമേഗ ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എം ഒമേഗ ഐ സീറോ മൈനസ് കോസ് ഒമേഗ ടി. ഈ മൈനസ് കോസ് ഒമേഗ ടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എം ഒമേഗ ഐ സീറോ കോസ് ഒമേഗ ടി എന്ന് കിട്ടുള്ളൂ. ഈ മൈനസ് ആണ് ഞാനിവിടെ ഇതിൻ്റെ കൂടേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ, കാരണം എനിക്ക് റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എം ഒമേഗ ഐ സീറോ മൈനസ് കോസ് ഒമേഗ ടി. ഞാൻ വീണ്ടും പറയുന്നു, ഈ മൈനസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്നതല്ല, ഈ മൈനസ് ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി റിഡക്ഷൻ ഫോർമുല പ്രകാരം മൈനസ് കോസ് ഒമേഗ ടി എന്താ? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. അപ്പം മൈനസ് കോസ് ഒമേഗ ടി യൂസിങ് റിഡക്ഷൻ ഫോർമുല നമുക്ക് എന്തായിട്ട് എഴുതാം? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആയിട്ട് എഴുതാം. സോ ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈക്വൽ ടു എം ഒമേഗ ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? ഇനി അപ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തല്ലോ. ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിങ്ങിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? ആൾട്ടർനേറ്റിംഗ് കറണ്ട് എത്രയായിരിക്കും? ഐ ഡാഷ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ്. ഇവിടെ ഇമ്പിഡൻസ് എന്ന് പറയാനുള്ള കാരണം, സാധാരണ റെസിസ്റ്റൻസ് എന്ന് പറയേണ്ട സ്ഥലത്ത് ഇമ്പിഡൻസ് ഞാൻ പറയാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ അലൂമിനിയം റിങ്ങിന് സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലും ഉണ്ട്, ഒരു ഓമിക് റെസിസ്റ്റൻസ് ആറും ഉണ്ട്. അപ്പം അതൊരു LR സർക്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഞാനത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ എ സി ഇൻഡ്യൂസ്ഡ് ഇൻ ബി അലൂമിനിയം റിംഗ് ഐ ഡാഷ് ഈക്വൽ ടു ഇ ബൈ സെഡ്. എന്താണ് LRൻ്റെ ഇമ്പിഡൻസ് വാല്യൂ? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ആണ്. എക്സ് എൽ എന്ന് പറഞ്ഞാൽ എൽ ഒമേഗ അല്ലേ. അപ്പം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ. അപ്പോൾ ആ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഈൻ്റെ വാല്യൂ ഇക്വേഷൻ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എം ഒമേഗ ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു മൈനസ് 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ സ്ക്വയർ. ഉടനെ നിങ്ങളുടെ ഒരു സംശയം വരാൻ പോകുന്നത്, ഈ 5 ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ 5 കൊടുക്കാൻ കാരണം, -5 കൊടുക്കാൻ കാരണം? നമുക്ക് ഓൾറെഡി അറിയാം, ഞാനിപ്പോൾ പറഞ്ഞു അലുമിനിയം റിംഗ് ഇവിടെ ഞാൻ എടുക്കുമ്പം ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും കാണുന്നുണ്ട്, അല്ലെങ്കിൽ LR സർക്യൂട്ടായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. LR സർക്യൂട്ടിൻ്റെ കേസിൽ കറണ്ട് ലീഡിങ് ആണോ ലാഗിങ് ആണോ? കറണ്ട് ലാഗിങ് ആണ് അല്ലേ. കറണ്ട് ലാഗ് ബൈ ഇ എം എഫ് ബൈ എ ഫേസ് ഓഫ് 5 എന്നാണ് പറയുന്നത്. അപ്പം ആ ലാഗിങ് കൂടെ ഞാൻ കാണിക്കണം കറണ്ട്. കാരണം ഞാൻ വെറുതെ പൈ ബൈ ടു ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇ എം എഫും കറണ്ടും ഇൻഫേസ് എന്നുള്ള രീതിയിലല്ലേ വരിക. ഇൻഫേസ് ആണോ? അല്ല. LR സർക്യൂട്ടിൽ എപ്പോഴും കറണ്ട് എന്താണ്? ലാഗ്സ് ദ അപ്ലൈഡ് ഇ എം എഫ് ബൈ ആൻഡ് ഫേസ് ഓഫ് 5 ആണ് അല്ലേ. അപ്പോൾ ആ 5 കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ 5 കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കറണ്ടാണ് കാണുന്നത്, അതിൻ്റെ ഫേസ് റിലേഷൻ കൂടെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തു. സോ ഐ ഡാഷ് ഈക്വൽ ടു എം ഒമേഗ ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു മൈനസ് 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ. ഞാൻ എന്താ 5ൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട്, ഹിയർ 5 ഇൻ ഇക്വേഷൻ 3 ഈസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ കറണ്ട് I dash in LR circuit, അതായത് അലൂമിനിയം റിംഗ്, lags behind the EMF by phase 5. ക്ലിയർ? ഇനി 5 ഡാഷിൻ്റെ LR സർക്യൂട്ടിൽ 5ൻ്റെ വാല്യൂ എന്താ? 5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ ബൈ ആർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, ഇനി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് 2 കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഫോഴ്സ്. ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് F proportional to I1 I2. ശരിയല്ലേ? അതേ ഇക്വേഷനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ കോയിൽ എ, ദാറ്റ് ഈസ് കോയിലും, ആൻഡ് റിംഗ് ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ഇൻ എ ആൻഡ് ബി. ദാറ്റ് ഈസ് ഫോഴ്സ് ബിറ്റ്വീൻ 2 കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ദാറ്റ് ഈസ് F ഈസ് പ്രൊപ്പോർഷണൽ ടു I ആൻഡ് I ഡാഷ്. I എന്ന് പറയുന്നത് റിങ്ങിലൂടെ കോയിലൂടെ പോകുന്ന കറണ്ടാണ്. I ഡാഷ് എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം നമ്മുടെ റിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറണ്ടാണ്. സോ F ഈസ് പ്രൊപ്പോർഷണൽ ടു I ഇൻറ്റു I ഡാഷ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രൊപ്പോർഷണൽ ടു I0 സൈൻ ഒമേഗ ടി. I ഡാഷിൻ്റെ വാല്യൂ എം ഒമേഗ I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു മൈനസ് 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഞാൻ ഇതിനെ ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈനസ് കോമൺ ആയിട്ട് എടുക്കുകയാണ്. മൈനസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പൈ ബൈ ടു പ്ലസ് 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു പ്ലസ് 5. ഓക്കെ, അപ്പോൾ എനിക്ക് ഒമേഗ ടീനെ ഒരു ടേം ആയിട്ടും
ഈ ഒരു ടേം പൈ ബൈ ടു പ്ലസ് ഫൈവിനെ എനിക്ക് അടുത്ത ടേം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും അടുത്തതിൽ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പം. അപ്പോൾ ഇവിടെ സൈൻ എ മൈനസ് ബി എന്ന് എനിക്ക് യൂസ് ചെയ്താൽ മതി. എക്ക് പകരം ഒമേഗ ടി, ബിക്ക് പകരം പൈ ബൈ ടു പ്ലസ് ഫൈവ്. ക്ലിയർ? സോ ഇവിടെ ഒന്നുകൂടി നോക്കുക, ഇവിടെ ഒരു I0 ഉണ്ട്, ഇവിടെ ഒരു I0 ഉണ്ട്, അപ്പോൾ അത് I0 സ്ക്വയറും കൂടി ആവും. ഓക്കെ, സോ ദിസ് ഇസ് പ്രൊപ്പോർഷണൽ ടു എം ഒമേഗ I0 സ്ക്വയർ സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്യുമ്പം സൈൻ എ മൈനസ് ബി അല്ലേ, സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് പൈ ബൈ ടു പ്ലസ് ഫൈവ് മൈനസ് കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ പൈ ബൈ ടു പ്ലസ് ഫൈവ്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പൈ ബൈ ടു പ്ലസ് ഫൈവിന് ഞാൻ ബി എന്നുള്ള രീതിയിലാണ് എടുത്തത്, ഒമേഗ ടീനെ എ ആക്കി എടുത്തു. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കുക ഇവിടെ ഒരു സൈൻ ഒമേഗ ടി ഉണ്ടല്ലോ, ഇതിനോട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്രൊപ്പോർഷണൽ ടു എം ഒമേഗ I0 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് പൈ ബൈ ടു പ്ലസ് ഫൈവ് മൈനസ് എം ഒമേഗ I0 സ്ക്വയർ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ പൈ ബൈ ടു പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ. ഞാൻ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് ചെറിയൊരു മാറ്റം കൂടെ വരുത്താം. ആരാ? എന്താ സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി. സൈൻ ടു ഒമേഗ ടി എന്താ? ടു സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി അല്ലേ? അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ ടു ഒമേഗ ടി ബൈ ടു എന്ന് എഴുതിക്കൂടെ? ആ ഒരു ഇക്വേഷനാണ് ഞാൻ അടുത്തതിൽ എഴുതി. ഈ ഇക്വേഷൻ ഒരു മാറ്റമില്ല. ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിക്ക് പകരം സൈൻ ടു ഒമേഗ ടി ഡിവൈഡഡ് ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതാണ് ഈ ഒരു ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കുക, നമ്മളിവിടെ കാണാൻ പോകുന്നത് AC ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ കാണാൻ പോകുന്നത് ഫോഴ്സ് ആക്ടിങ് അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ കോയിൽസ് പെർ എ കംപ്ലീറ്റ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് ബിറ്റ്വീൻ ദ കോയിലാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം AC കാണുന്ന സമയത്ത് നമ്മൾ മിക്കവാറും ആവറേജ് വാല്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ കാണാൻ പോകുന്നത് ആവറേജ് വാല്യൂ ഓഫ് ഫോഴ്സ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് കാണുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ കാണുമ്പോൾ ഇവിടെ ഉള്ള വാല്യൂസിൻ്റെ ഒക്കെ ആവറേജ് വാല്യൂ ആയിട്ട് തന്നെ എടുക്കണം. പക്ഷേ ഇവിടെ കോൺസ്റ്റന്റുകളുടെ ആവറേജ് വാല്യൂ കോൺസ്റ്റന്റുകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ സൈൻ സ്ക്വയർ ഒമേഗ ടി ഉണ്ട്, ഇവിടെ സൈൻ ടു ഒമേഗ ടി ഉണ്ട്. അതിൻ്റെ ആവറേജ് വാല്യൂ ആണ്. സൈൻ സ്ക്വയർ ഒമേഗ ടിൻ്റെ ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ എത്രയാണ്? സ്ക്വയർ ആണ് അല്ലേ? അതിൻ്റെ വാല്യൂ ഹാഫാണ്. വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുമ്പോൾ 1 മൈനസ് കോസ് ടു ഒമേഗ ടി ബൈ 2 ആണ് അല്ലേ? അതിൻ്റെ ആവറേജ് വാല്യൂ കോസ് ടു ഒമേഗ ടിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ്? ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ 0ആണ്. പിന്നെ ബാക്കി ആരേ ഉള്ളൂ? ഹാഫ് ഉള്ളൂ. അതാണ് ഹാഫ് വരാൻ കാരണം. പിന്നെ സൈൻ ടു ഒമേഗ ടിൻ്റെയും കോസ് ടു ഒമേഗ ടിൻ്റെയും ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ എത്രയാണ്? 0 ആണ്. അപ്പം ഇത് 0 ആണെന്ന് അർത്ഥം അല്ലേ? അപ്പോൾ അത് നമുക്ക് നോക്കാം. സിൻസ് ദ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി ഓവർ എ സൈക്കിൾ ഈസ് ഹാഫ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, പഠിച്ചു വെക്കണം. സൈൻ സ്ക്വയറിൻ്റെയും കോസ് സ്ക്വയറിൻ്റെയും ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഹാഫാണ്. ആൻഡ് മീൻ വാല്യൂ ഓഫ് സൈൻ ടു ഒമേഗ ടി അല്ലെങ്കിൽ കോസ് ടു ഒമേഗ ടി ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. Therefore, the average force between A and B over a cycle. ഇത് ഓവർ എ സൈക്കിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ആവറേജ് വാല്യൂ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ മതി. ഓക്കെ, സോ ആവറേജ് സൈക്കിൾ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ആവറേജ് വാല്യൂ കൊടുക്കണ്ടേ? അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ ഹാഫ് വരും. ഇതിൻ്റെ ആവറേജ് വാല്യൂ കൊടുക്കുമ്പോൾ ഇത് 0. അപ്പോൾ ഈ സെക്കൻഡ് ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി. സോ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹാഫ്. ഈ ഹാഫ് വരാൻ കാരണം സൈൻ സ്ക്വയർ ഒമേഗ ടിൻ്റെ ആവറേജ് ആണ്. ഹാഫ് ഇൻറ്റു എം ഒമേഗ I0 സ്ക്വയർ കോസ് പൈ ബൈ ടു പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി so this is equal to or proportional to half into m omega I0 square into minus sin 5. അതെന്താ സംഭവം? അങ്ങനെ വരാൻ കാരണം എന്താ? കോസ് പൈ ബൈ ടു പ്ലസ് 5 ആ. കോസ് പൈ ബൈ ടു പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 5 ആണ് റിഡക്ഷൻ ഫോർമുല പ്രകാരം. വേണമെങ്കിൽ നിങ്ങൾ ഓരോ വാല്യൂസ് 5ൻ്റെ ഓരോ വാല്യൂസ് ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ 5 ഈക്വൽ ടു 0, കോസ് പൈ ബൈ ടു എത്രയാ? 0. അപ്പം അവിടെ മൈനസ് സൈൻ 5 എന്ത് വരും? 0 വരും അല്ലേ? ഇനി 5 ഈക്വൽ ടു പൈ ബൈ ടു കൊടുക്കുക. അപ്പോൾ കോസ് പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു കോസ് 180 മൈനസ് 1 ആണ്. അപ്പം മൈനസ് സൈൻ 5 എന്ത് വരും? മൈനസ് സൈൻ പൈ ബൈ ടു എന്ത് വരും? -1 വരും. അപ്പം നിങ്ങളുടെ റിഡക്ഷൻ ഫോർമുല തന്നെയാണത്. അപ്പോൾ കോസ് പൈ ബൈ ടു പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ 5 ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറിയത്? പ്രൊപ്പോർഷണൽ ടു ഹാഫ് ഇൻറ്റു എം ഒമേഗ I0 സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ 5 ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ.
ഓക്കെ, ഈ മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. സോ എഫ് പ്രൊപ്പോർഷണൽ ടു -12 ഇൻറ്റു എം ഒമേഗ I0 സ്ക്വയർ സൈൻ ഫൈ ഡിവൈഡഡ് ബൈ √r² പ്ലസ് എൽ ഒമേഗ ഹോൾ സ്ക്വയർ. കഴിഞ്ഞു, നമ്മുടെ ഡെറിവേഷൻ കഴിഞ്ഞു. ഡെറിവേഷൻ കഴിഞ്ഞു പറഞ്ഞിട്ട് സാറ് റിപ്പൾഷൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ഇവിടെ നോക്കിയേ, എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് നെഗറ്റീവ് വാല്യൂ ആണ്. ആക്ച്വലി ഈ നെഗറ്റീവ് വാല്യൂ ആണെന്ന് പറയുന്നത് ഈ നെറ്റ് ഫോഴ്സ് എന്താണ്, നെറ്റ് ഫോഴ്സ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ കറസ്പോണ്ടിങ് ടു കറണ്ട് ഇൻ എ ആൻഡ് ബി ഈസ് ഓപ്പോസിറ്റ്. അതായത് ഈ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, രണ്ട് റിങ്ങും തമ്മിലുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ആൻഡ് ബി ആൾസോ വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ റിപ്പൾഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒന്നാണെങ്കിൽ മറ്റേതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെയായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ റിങ്ങുകൾ ഫേസ് ചെയ്യുന്ന എൻഡുകൾ എന്തായിരിക്കും, ഒരേ പൊളാരിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക, the magnetic field produced in A and B also will be in opposite direction and like poles will be produced at the end face of the coil. അതായത് രണ്ടും കൂടെ ഫേസ് ചെയ്യുന്ന കോയിലിൻ്റെ ഫേസ് ചെയ്യുന്ന എഡ്ജുകൾ അല്ലെങ്കിൽ ഫേസുകൾ എന്തായിരിക്കും, പൊളാരിറ്റി സെയിം പൊളാരിറ്റി ആയിരിക്കും. കാരണം ഒരു സൈഡിൽ നോർത്തും അടുത്തതിൻ്റെ ഫേസിൽ നോർത്തും ആയിക്കഴിഞ്ഞാലാണ് എന്ത് വരുന്നത്, രണ്ടിനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഫോഴ്സ്, നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഓപ്പോസിറ്റ് ആണ്. മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസിറ്റ് ആണ്. അത് തന്നെ അർത്ഥം രണ്ട് ഫേസ് ചെയ്യുന്ന രണ്ട് എൻഡുകളും ഒരേ പൊളാരിറ്റി ഉള്ള ആളാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ട്രോങ് റിപ്പൾഷൻ അവിടെ, ഈ രണ്ട് റിങ്ങുകൾ തമ്മിൽ ഒരു സ്ട്രോങ് റിപ്പൾഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ റിങ് എന്ത് ചെയ്യും, തെറിച്ചു പോകും, ഒരു വയലൻ്റ് ആയിട്ട് തെറിച്ചു പോകുന്ന അർത്ഥം. ഇനി അതല്ല, നമ്മളിപ്പം ഈ റിങ്ങിനെ ഞാൻ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്, ഈ റിപ്പൾഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റിങ്ങിനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ വർക്ക് ചെയ്യല്ലേ, ഈ ഫോഴ്സ് വർക്ക് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ഈ റിങ് എന്ത് ചെയ്യാൻ തുടങ്ങും, വളരെ വളരെ ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇഫ് റിങ് ഈസ് പ്രിവെൻറ്റഡ് ഫ്രം ജമ്പിങ് ഇറ്റ് ബിക്കംസ് വെരി ഹോട്ട്. ഓക്കെ, സോ ഇതാണ് റിപ്പൾഷൻ ബിറ്റ്വീൻ ദ കോയിൽ ക്യാരിങ് എ സി ആൻഡ് നൈബറിങ് കണ്ടക്ടർ റിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ്, മെയിൻ ആയിട്ടുള്ള എസൻസ് വരുന്നത് ഈ ഇക്വേഷൻ ആണ്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ഓപ്പോസിറ്റ് ആണ്. ഫോഴ്സ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡുകൾ എന്താണ്, ഓപ്പോസിറ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും, ഈ രണ്ട് ഫേസ് ചെയ്യുന്ന രണ്ട് റിങ്ങിൻ്റെ ഒരു എൻഡും നമ്മുടെ കോയിലിൻ്റെ ഒരു എൻഡും ഫേസ് ചെയ്യുന്ന സ്ഥലത്തെ പോളുകൾ എന്തായിരിക്കും, സെയിം പോളുകളായിരിക്കും. ഓക്കെ.